കൂട്ടുകാരെ, ഞാൻ ലൈവ് വരാത്തതെന്തെന്ന് വെച്ചാൽ അത് പറയാനാട്ടോ വന്നേ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരെനിക്ക് ലൈവിൽ വരാറുണ്ട്. ഞാൻ ലൈവ് വരുമ്പം അവരെല്ലാം വരാറും എൻ്റെ സുഖവിവരം തിരക്കാറും ഞാൻ നിങ്ങളെ സുഖവിവരം തിരക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ട് ഞാൻ ലൈവ് വരാറില്ല. അപ്പം അതെന്താണെന്ന് എൻ്റെ കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടി കേട്ടോ വന്ന. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് എനിക്ക് ലൈവ് വരാക്കുള്ളൂ. എനിക്ക് നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് നടുവേദന ഉള്ളതാണ്. ഞാൻ ഇതിന് മുമ്പ് മരുന്നൊക്കെ കഴിക്കാറുള്ളതാണ്. പക്ഷെ എനിക്കിപ്പോൾ പെട്ടെന്നൊരു പണി കിട്ടി കേട്ടോ. എനിക്ക് നടുവിന് വയ്യാതെയായി. അപ്പോൾ എനിക്ക് ഒട്ടും ഇരിക്കാനോ എടുക്കാനോ ഒന്നും വയ്യ. അതിൻ്റെ ഇടയിലാണ് ഞാൻ 2 ദിവസം മുമ്പ് ഒരു ഡേ മൈ ലൈഫ് ചെയ്തിട്ടോ. അതൊക്കെ കയറി എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വേറെയും കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇന്ന് വരെ പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം നമ്മളെ വിഷമങ്ങൾ മാത്രം പറയുന്ന എന്തിനാ, സന്തോഷങ്ങളല്ലേ പറയണ്ടേ. ഇപ്പം ഇത്രയും ഈ ഒരു വീഡിയോ ആയിട്ട് വന്നുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബർമാർക്ക്, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. ഇന്നാണ് ഞാൻ എത്രയെങ്കിലും എണീറ്റിരുന്നത്. ഇന്നലേക്ക് എനിക്ക് ഒട്ടും എണീറ്റിരിക്കാൻ വയ്യായിരുന്നു. ഇഞ്ചക്ഷനൊക്കെ പോയി എടുത്തു ഹോസ്പിറ്റലിൽ നിന്ന്. അതിനുശേഷം എനിക്കൊരു ഇച്ചിരി ഭേദമുണ്ട്. എന്നാലും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ എന്നെ ഒന്ന് മാറാനും എടുക്കാനും. എന്നിട്ട് നമുക്ക് ലൈവിൽ വരെയും എന്താ പറയുക സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ് ലൈവ് വന്ന്. എൻ്റെ ഒരുപാട് കൂട്ടുകാർ ലൈവിൽ വരാറുമുണ്ട് എന്നോട് സംസാരിക്കുക. അപ്പം ഈ ഒരു കാര്യം എൻ്റെ എല്ലാ കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്ന. ഒച്ചയൊക്കെ അടച്ചു, എനിക്ക് തീരെയും വയ്യ. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് എത്രയും പെട്ടെന്ന് നടുവേദന മാറാനായാലും പിന്നെ വേറെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെയും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെയൊക്കെ എനിക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കും. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൊണ്ട് എനിക്ക് പെട്ടെന്ന് മാറി നമുക്ക് പെട്ടെന്ന് ലൈവിൽ വന്ന് എല്ലാവരുമായിട്ട് നല്ലവണ്ണം ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കണ്ടേ. അപ്പം അതിന് വേണ്ടി കേട്ടോ വന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോകളൊക്കെ കയറി എല്ലാവരും കാണണം. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈവിലായാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് നല്ല രീതിയിലാവണമെന്നും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടേ. സ്വന്തം കാലിൽ നിൽക്കണമെന്നും എൻ്റെ അച്ഛനെയും അമ്മേനെ നോക്കണം. ഇല്ല, ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നിനും വേണ്ടി അല്ല കേട്ടോ പറയുന്നത്. ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. അപ്പം അത്രയും ആഗ്രഹങ്ങൾ വെച്ചാൽ ഞാൻ ഒരു ചാനൽ തുടങ്ങി. എന്ത് ചെയ്യാനാ. അപ്പോൾ ചാനൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ വന്ന് നടുവിന് പ്രശ്നം, പണി കിട്ടി. അപ്പം എനിക്ക് എത്ര വയ്യാതെ വന്നാലും എന്തിനു വന്നാലും ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ ചിരിച്ച്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി കൂട്ടുകാരെ. അല്ലാതെ വയ്യാഴി വെച്ചിട്ട് ചിരിക്കുന്നതല്ല കേട്ടോ. നമ്മളെല്ലാം ചിരിച്ച് തന്നെ നേരിടണം അല്ലേ. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് വന്നാലും ഞാൻ ചിരിച്ചിരിച്ചങ്ങ് നിൽക്കും. അതുകൊണ്ടാട്ടോ. അപ്പം ഇത് പറയാനാട്ടോ വന്ന. ലൈവിൽ വരാത്ത എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ ആരും എന്നെ മറക്കരുത് കേട്ടോ. ആരും എന്നെ മറക്കല്ലേ. എല്ലാവരും എന്നെ ഓർക്കണം. എല്ലാവരും എന്നെ എന്താ പറയുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടി. അപ്പം ശരി, ടാറ്റാ.